ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ മഡ്ഗാവ് എത്തി. ഇനി മഡ്ഗാവിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് നോർത്ത് ഗോവയിലേക്കാണ്. അവിടെയാണ് ഞങ്ങളുടെ സ്റ്റേ വരുന്നത്. സോ ഇവിടുന്ന് തന്നെ വണ്ടി റെൻറ്റിന് എടുത്തിട്ട് നോർത്തിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു ഞങ്ങളുടെ. ഞങ്ങൾ റെൻറ്റിനെടുക്കാൻ പോകുന്നത് സ്കൂട്ടറാണ്. ഒരു 4 ഡേയ്സിന് വേണ്ടിയിട്ട് സ്കൂട്ടർ റെൻറ്റിനെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂട്ടർ ഏതാണെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ യെസ്, ഡൺ. മീറ്ററൊക്കെ ചെക്ക് ചെയ്തു. നമുക്കിനി യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ ബൈപ്പാസ് കയറി കേട്ടോ. ബൈപ്പാസ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല മാപ്പിൽ. ബിക്കോസ് സ്ട്രേറ്റ് തന്നെ പോയാൽ മതി, വേറെ മാപ്പൊന്നും നോക്കേണ്ടി വരില്ല. അങ്ങനെ ബൈപ്പാസ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങ് എത്താറായപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 15-20 മിനിറ്റ്സിൻ്റെ യാത്രയുടെ ശേഷം നമ്മളങ്ങനെ റിസോർട്ട് എത്തി. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റിസോർട്ടിൻ്റെ പേരാണ് ട്രീവോ സൺഷൈൻ ബീച്ച് റിസോർട്ട്. നൈസ് പ്രോപ്പർട്ടി, എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. ഐ മെയിൻലി വാണ്ടഡ് ദാറ്റ് പൂൾ. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഞാനും വിചാരിച്ചു ഒരു റൂം ടൂർ ചെയ്യാമെന്ന്. ഈ കോൺവെർസേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആര് എത്ര ടാൻ ആയെന്നാണ്. അല്ലെങ്കിലും കുറച്ച് ഓവർ ആയാലല്ലേ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കൂ. സോ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. അയ്യോ വാവ്, സൂപ്പർ. എനിക്ക് ഈ റൂം ടൂറിനെ പറ്റി വലിയൊരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ചുമ്മാ ഷൂട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ബാത്റൂം കണ്ട സ്ഥിതിക്ക് നമുക്കൊരു കുളിയൊക്കെ ഒന്ന് പാസ്സാക്കിയിട്ട് നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങാം. ഇനി വൈകുന്നേരം കാണാം കേട്ടോ. അങ്ങനെ ഒരു 5-5:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ റെഡിയായി പുറത്തേക്ക് പോകാനായിട്ട്. ഞങ്ങൾ ഇറങ്ങിയതും ഒരു ചായയും സമോസയൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ പോയത് ബാഗ ബീച്ചിലേക്കാണ്.
First day was awesome. See you on the next day. വെൽക്കം ടു ഡേ 2 ഓഫ് അവർ ഗോവ സീരീസ്. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോർട്ട് അഗോഡയിലേക്കാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അവിടുന്ന് ഒരു 20 മിനിറ്റ്സേ ഉള്ളൂ അഗോഡ ഫോർട്ട്. അഗോഡ ഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഗോവയിലെ ഒരു സൂപ്പർ സീനിക് സ്പോട്ടാണ്. പോർച്ചുഗീസ് ടൈമിൽ ബിൽഡ് ചെയ്ത ഈ ഫോർട്ട് അറേബ്യൻ സീയുടെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കാണിച്ചു തരുന്നത്. ഇവിടെ നിന്നുള്ള സൺസെറ്റാണ് നമ്മൾ ആക്ച്വലി എൻജോയ് ചെയ്യേണ്ടത്. ബട്ട് അത്രയും നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തില്ല. ഇനി നമുക്ക് അതിൻ്റെ വ്യൂസ് ആൻഡ് വിഷ്വൽസൊക്കെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. ബട്ട് ആഫ്റ്റർനൂൺ ആക്കണ്ട, ഈവനിങ്ങിൽ ഒരു 5 o'clock ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ സൺസെറ്റ് ഒക്കെ കാണാവുന്ന രീതിയിൽ വരണം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങളൊരു ഗോവൻ ഫിഷ് താലി ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്, നോട്ട് ബാഡ് എന്ന് പറയാം. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഈവനിങ് വീണ്ടും ഇറങ്ങി. അറൗണ്ട് ഒരു 6:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ജുന ബീച്ചിലേക്കാണ്. Then we winded up our day, spending our beautiful moments at Anjuna Beach. So see you in day 3.
ഞാനും ജെറ്റ് സ്കീ ഒക്കെ ചെയ്തു കേട്ടോ. ആദ്യമായിട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ. ഐ റിയലി എൻജോയ്ഡ് ദ മൊമെൻറ്റ്. അങ്ങനെ ജെറ്റ് സ്കീ ചെയ്ത് ഞാൻ ഫുള്ളൊന്ന് നനഞ്ഞു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. വീണ്ടും ഒരു ഷോപ്പിങ്ങിനായിട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ ഒരു 9:30 ഒക്കെ ആയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു ഡേ വൈൻഡപ്പ് ചെയ്തു. ബിക്കോസ് ഞങ്ങൾക്ക് ഏർലി മോർണിംഗ് ഒരു 5:30 ആകുമ്പം സ്റ്റേഷനിലേക്ക് പോകണമായിരുന്നു. ഗോവ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബീച്ച് മാത്രമല്ല, ഇതൊരു ഫീലിംഗ് ആണ്, ഒരു പീസാണ്, ഒരു എസ്കേപ്പാണ്. ഇവിടെ നിന്ന് പോരുമ്പോൾ ഒരു ചെറിയൊരു വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് യെസ്, എന്ത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യാനൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. സോ ഇതുവരെ കണ്ടതിന് നന്ദി. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ജേർണി ആയിട്ട് വരുന്നതാവും. അൺടിൽ ദെൻ, ബൈ ഗോവ. സീ യു സൂൺ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി. ട്രെയിൻ നല്ല ലേറ്റായിരുന്നു, ഒരു 1 hour ലേറ്റായിരുന്നു. ഞങ്ങളൊരു 7:30 ഒക്കെ ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ യെസ്, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.